ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോയാലോ, രാവിലെ തന്നെ എഴുന്നേറ്റ് പാലൊക്കെ തിളപ്പിച്ചു. ഇത് ദോശയുടെ ബാലൻസ് വന്ന മാവാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കലക്കാമെന്ന് വിചാരിച്ചു. അന്നേരം കറി ഒന്നും ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നെയ്യും പഞ്ചസാരയും തേച്ച് കൊടുത്താൽ മതി. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ഒരു പുളിപ്പും നല്ലൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട്. ബാലൻസ് വരുന്ന ദോശമാവിൽ ഇങ്ങനെ ഗോതമ്പൊടി ഇങ്ങനെ നിങ്ങൾ റഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നെയ്യും തേച്ച് ഇങ്ങനെ പഞ്ചസാര ഇട്ടിങ്ങനെ മടക്കി കൊടുക്കാമെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇക്കായ്ക്കും ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും. ഇതാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ചായയുടെ കൂടെ കടിച്ച് തിന്നാമല്ലോ. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുക. കാരണം എനിക്ക് സമയമില്ല, ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടതാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ പെട്ടെന്ന് എനിക്കും ഇക്കായ്ക്ക് മാത്രം, കിച്ചുവിന് മാത്രം ചായയൊക്കെ തിളപ്പിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് 2 എണ്ണം എടുത്ത് ഒരു ഗ്ലാസ് ചായയുമായിട്ട് കൂടി തിന്നുവാണ് കേട്ടോ. മക്കൾ കഴിക്കുന്നൊന്നും വീഡിയോ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇക്കാടെ കൂടെ അമ്മും അക്കും കൂടെ ഷോപ്പിലോട്ട് പോവുകയാണ്. പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരും. കിച്ചു ബൈ ബൈ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനെ വിളിക്കാൻ ഇപ്പോൾ നെക്സ്റ്റ് ആൾ വരും കേട്ടോ. ഇവർ ഇക്കാടെ കൂടെ പോയിട്ട് ഇപ്പം വരുവേ. അക്കുവിനെ അവിടെ ഷോപ്പിൽ കൊണ്ട് ഇരുത്താൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം കിച്ചുവിനെ വിളിക്കാനുള്ള ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കിച്ചു അടുത്ത കാറിലാണ് കിച്ചു പോകുന്നത്. കിച്ചു വേറെ സ്ഥലത്തോട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കിച്ചും കാറിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാനും ഒരു ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇപ്പോൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരുങ്ങി റെഡിയാകാൻ പോവാണ്. അപ്പോഴേക്കും ഞാൻ ഓർത്ത് മഴ ഒക്കെ ചാർന്നുണ്ട്, ജനലൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനലൊക്കെ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കായും അമ്മും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രസ്സ് മാറി ഞാനും അമ്മും കൂടെ ഒരു സ്ഥലത്തോട്ട് ഇക്കാടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാങ്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബാങ്കിൽ കൊണ്ടുവന്ന് എന്നെയും അമ്മുനെയും കൂടി ഇക്ക ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മും ബാങ്കിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇക്ക പിന്നെ പോയിട്ട് ഞങ്ങളോട് പറഞ്ഞു വിളിച്ചാൽ മതി, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, തിരിച്ച് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മും ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സമയം പോകുന്നില്ല. അവിടെ നിന്ന് ഞാനും അമ്മും കുറേ റീൽസൊക്കെ എടുത്ത് തകർക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട്, ഞങ്ങൾ മൈൻഡൊന്നും ആക്കുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഇക്കായെ വിളിച്ചപ്പം ഇക്ക പിന്നെ വന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന ഈ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക നമുക്ക് മാർക്കറ്റിൽ കയറി ഫിഷൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം, ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണോ എന്ന് അറിയത്തില്ല, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല നല്ല ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചു. അവർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരും, പൈസ കൊടുത്താൽ മതി. പിന്നെ വീട്ടിൽ പോയി എനിക്ക് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാം കട്ട് ചെയ്താണ് മേടിച്ചത്. കാരണം ഇപ്പോൾ തന്നെ സമയം 1 മണി ആയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് പോയാൽ മതി വീട്ടിലോട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് അങ്ങനെ ഇവിടെ കയറി ഞങ്ങൾ കുറച്ച് ബോട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. അമ്മ കീ എടുത്തിട്ട് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് സ്പീഡിൽ തുറക്കാമോ, എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി വരുവാണ്. അപ്പോൾ ഞാൻ ബാലൻസ് ഉള്ള സാധനമൊക്കെ ആയിട്ട് ഞാൻ കയറി വരികയാണ്. കയറി വന്നപ്പോൾ എല്ലാവർക്കും വിശക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവർക്കും മാങ്ങ ചെത്തി കൊടുത്തു. ഇക്കായും അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനും കുറച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് ചോറ് അടുപ്പിലോട്ട് വെച്ചു. പിന്നെ കുക്കറിലോട്ട് പെട്ടെന്ന് ബോട്ടി എടുത്തിട്ട് ഞാൻ 2-3 വിസിലടിച്ചു. ശേഷം പെട്ടെന്ന് അത് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോറൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേഗം അരിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 15 മിനിറ്റ് മതിയേ. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, തൈര് ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മോരുകറിയും കാച്ചി. പിന്നെ മാങ്ങാച്ചാറും ഉണ്ട്. ഇതൊക്കെ മതി, ഇതൊക്കെ കൂട്ടി ഞാൻ പറഞ്ഞു ഇന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാവിലത്തെ ആണോ ഇന്നലത്തെ ആണോ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ആണെന്ന് തോന്നുന്നു സാമ്പാർ ഉണ്ടായിരുന്നു. അത് കുറച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയാണ് ഞാനും അമ്മയും കൂടെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചാൽ ഇടയ്ക്കത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാം മറന്നു പോയി എടുക്കാൻ. അത് കഴിയുമ്പോഴാണ് ഓർക്കുന്നത് വീഡിയോസ് എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഞാനും അമ്മും കൂടെ കുറച്ച് നേരം കട്ടിലിൽ പോയി കിടന്നപ്പോൾ അമ്മ എന്ത് കഴിക്കുന്ന അറിയാം, പട്ടാണിയാണ് കേട്ടോ. അതിനകത്തോട്ട് കൈയിട്ട് പട്ടാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ വീഡിയോസൊക്കെ കാണാം. പിന്നെ അതേ അമ്മു അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ചോക്കോസ് കഴിക്കുന്നുണ്ട്. അമ്മു ഞാനിവിടെ ഇന്ന് കഴിപ്പ്. ഞാനും അമ്മ കൂടെ വീട്ടിലിരുന്ന എപ്പോഴും കഴിപ്പാണ്. പിന്നീട് ഞാനൊരു ഫേസ് പാക്ക് ഇടാൻ പോയി കേട്ടോ. അവിടെ ഇരുന്നിരുന്ന് ബോറടിക്കുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് ജോലികൾ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ചെയ്തു. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പേരൊക്കെ എടുത്തുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു. സമയം പോകുന്നില്ല, അത് കാരണമാണ് ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്തിനെന്ന് അറിയാൻ പോയാൽ ഞാനും അമ്മ കൂടെ കഴിപ്പാണ്. അന്നേരം സമയം രാത്രി 8 മണി ആയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ചിലതൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നു പോകും, മിസ്സായിപ്പോകും കേട്ടോ. അതാണ് സംഭവം. പിന്നെ രാത്രി ഞങ്ങൾ കഴിക്കുന്നത് എന്താ ഞാൻ കാണിച്ചുതരാം. പാലൊക്കെ തിളപ്പിച്ചു. പിന്നെ ഞാനും അമ്മ കഴിക്കുന്നത് ഇന്ന് പുട്ടാണ് കേട്ടോ. പുട്ട് കൊണ്ട് കഴിച്ചിട്ട് തെള്ളുവാണെന്ന് പറയല്ലേ. പുട്ടും പിന്നെ ബീഫ് കറിയാണ് ഇന്ന് കഴിക്കുന്നത്. എൻ്റെ അമ്മൻ്റെ രാത്രിത്തെ ഫുഡ് ഇതാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു വ്ളോഗല്ലേ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.